So grinding is a metal removing process in which the metal is removed with the help of a rotating grinding wheel. Rotating grinding wheel, in the sense, it is a circular wheel which is made up of, it is a multi-tooth cutter, and it is made up of many hard particles known as abrasives. Grinding provides a very good surface finish with high accuracy. While performing grinding, the wheel is rotated and the workpiece is fed against the wheel. The purpose of grindings, എന്തൊക്കെയാണ് ഗ്രൈൻഡിങ്ങിൻ്റെ പർപ്പസ്, അതിനെ കൂടുതൽ എന്തൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജസ്? To obtain very high surface finish, to sharpen the cutting tools, and to grind the threads. ഇത്ര മൂന്നെണ്ണം എഴുതിയാൽ മതി. ഇനിയും ഒരുപാടുണ്ട്, പക്ഷെ മൂന്നെണ്ണം മതിയോ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. Now let us see its animation. Now let us see its animation. Introduction to grinding. This is the grinding wheel, which is made up of abrasive particles, or we can say that it is the abrasive wheel, and that is the workpiece, and both are rotating. Grinding is a metal cutting operation. See here the abrasive wheel which is rotates in the clockwise direction, and this is the abrasive particles. Okay, here the grinding wheel which rotates in one direction, and the workpiece which is fed against it. ആ റൊട്ടേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ വർക്ക് പീസിനെ ഫെഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. കണ്ടില്ലേ, ബിഫോർ ഗ്രൈൻഡിങ്. അപ്പോൾ രണ്ടും തമ്മിൽ ഒരു ടച്ച് ഇല്ല. വർക്ക് പീസ് വേറെ, മറ്റേത് വേറെ. Now this abrasive wheel is rotating. That time the workpiece is fed against the rotation of the grinding wheel. That time it is performing grinding operations, and which is smoothen the surface of the workpiece. This is the abrasive particles. Okay. Now here you can see some importance, that is to explain the types of grinding method. ഇത് K2 എക്സാമിൽ ഒരു ക്വസ്റ്റൻ ആണ്. ഞാൻ ഈ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ വളരെയധികം ചാൻസസ് ഉള്ള ക്വസ്റ്റൻസ് ആണ് ഈ പറയുന്നത്. സോ ഈ ക്വസ്റ്റൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് മെത്തേഡ്. 6 മാർക്കിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ്സ് അതിൻ്റെ എഴുതേണ്ടത്. ഇപ്പം റഫ് ഗ്രൈൻഡിങ്, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്, ഇന്റേണൽ ഗ്രൈൻഡിങ്, അങ്ങനെ ഒരുപാട് ഗ്രൈൻഡിങ് ഉണ്ട്. അതിൻ്റെയാണ് ഗ്രൈൻഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് മെത്തേഡ്, ദാറ്റ് ഈസ് ദി ക്വസ്റ്റൻ. സോ ഇറ്റ്സ് ആൻസർ ഈസ് ഫസ്റ്റ് വൺ, ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ, അല്ലെങ്കിൽ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിങ് മെത്തേഡ്, സ്പെഷ്യൽ ഗ്രൈൻഡിങ് മെത്തേഡ്, റഫ് ഗ്രൈൻഡിങ് മെത്തേഡ്, ബെഞ്ച് ഗ്രൈൻഡിങ് മെത്തേഡ്, പോർട്ടബിൾ ഗ്രൈൻഡിങ് മെത്തേഡ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ മെത്തേഡ് എന്നിട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാം? ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ, സ്പെഷ്യൽ ഗ്രൈൻഡർ, റഫ് ഗ്രൈൻഡർ, അതിനകത്ത് ABCD ഉണ്ട്. ബെഞ്ച് ഗ്രൈൻഡർ, പോർട്ടബിൾ ഗ്രൈൻഡർ, അബ്രാസീവ് ബെൽറ്റ് ഗ്രൈൻഡർ, സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡർ. സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡർ ഞാൻ അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്, അത് സബ്മിറ്റ് ചെയ്യണം. പിന്നെ സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ, അതിൻ്റെ അകത്തുള്ള ക്ലാസിഫിക്കേഷൻ ആണ് സെൻറ്റർ ടൈപ്പ് പ്ലെയിൻ ഗ്രൈൻഡർ, CNTRE. അതേമാതിരി സെൻറ്റർ ടൈപ്പ് യൂണിവേഴ്സൽ ഗ്രൈൻഡർ, സെൻറ്റർലെസ് ഗ്രൈൻഡർ, ഇന്റേണൽ ഗ്രൈൻഡർ. ഇന്റേണൽ ഗ്രൈൻഡറിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ സർഫസ് ഗ്രൈൻഡർ. 6 മാർക്കിന് വെച്ച് ഇത്ര എഴുതിയാൽ മതി. അതിൻ്റെ ഇടയിലും സർഫസ് ഗ്രൈൻഡറിൻ്റെ ഇടയിലും ഇന്റേണൽ ഗ്രൈൻഡറിൻ്റെ ഇടയിലൊക്കെ സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ അത് എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയും എഴുതിയാൽ മാത്രം മതി. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൈൻഡിങ് മെത്തേഡ് ഇതൊക്കെയാണ്. ഓക്കെ, ഈ 6 കൃത്യമായിട്ട് എഴുതുക 6 മാർക്കിന്. സ്പെഷ്യൽ ഗ്രൈൻഡർ, ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ, റഫ് ഗ്രൈൻഡറിനകത്ത് വരുന്നതാണ് ഈ 4 ക്ലാസിഫിക്കേഷൻസ്. സിലിണ്ടറിക്കൽ ഗ്രൈൻഡറിനകത്ത് വരുന്ന 3 ക്ലാസിഫിക്കേഷൻസ്. പിന്നെ ഇന്റേണൽ ഗ്രൈൻഡർ ആൻഡ് സർഫസ് ഗ്രൈൻഡർ. ഇനി നമ്മൾ ഈ പറഞ്ഞ ഗ്രൈൻഡർ ക്ലാസിഫിക്കേഷനകത്ത് അവിടെ എക്സാമിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൈൻഡിങ് മെത്തേഡാണ് സെൻറ്റർലെസ് ഗ്രൈൻഡർ എന്ന് പറയുന്ന ഗ്രൈൻഡിങ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ഫിഗർ എന്ന് പറയുമ്പോൾ ഈ ചിത്രമാണ് നിങ്ങൾ വരക്കേണ്ടത്. കാണുന്നുണ്ടോ അറിയില്ല. സോ ലെറ്റ് us see this figure. ഫ്രണ്ട് വ്യൂ നമ്മൾ കാണും. ഗ്രൈൻഡിങ് വീൽ, വർക്ക് പീസ്, റൊട്ടേറ്റിംഗ്, റെഗുലേറ്റിംഗ് വീൽ എന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ലേ? അവിടെ ഒരു ബ്ലേഡ് കാണാൻ പറ്റും, അതിൻ്റെ മേലെ വർക്ക് പീസ് ഉണ്ടാവും. പിന്നെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഗ്രൈൻഡിങ് വീൽ കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ റെഗുലേറ്റിംഗ് വീൽ കാണാൻ പറ്റും. അപ്പോൾ മോട്ടോർ വെച്ചിട്ട് ഗ്രൈൻഡിങ് വീലാണ് കറങ്ങുക. ഇറ്റ് റൊട്ടേറ്റ്സ് അറ്റ് വെരി ഹൈ സ്പീഡ്. റെഗുലേറ്റിംഗ് വീൽ എന്ന് പറയുമ്പോൾ അത് വളരെ സ്ലോയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. റെഗുലേറ്റിംഗ് വീലിനെ കൊണ്ട് ഒരിക്കലും വർക്ക് പീസിൻ്റെ മേലെ നമുക്ക് ഗ്രൈൻഡിങ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് ഗിവ്സ് യു ജസ്റ്റ് എ സപ്പോർട്ട്. പിന്നെ വർക്ക് പീസ് എത്ര ഹൈറ്റിലാണ് വേണ്ടത് അത് നമ്മൾ ബ്ലേഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വർക്ക് പീസിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ റെഗുലേറ്റിംഗ് വീൽ ജസ്റ്റ് സപ്പോർട്ട് മാത്രമാണ്. അപ്പോൾ ബോത്ത് ആർ റൊട്ടേറ്റിംഗ് ഇൻ ദി സെയിം ഡയറക്ഷൻ ആൻഡ് വർക്ക് പീസ് ഈസ് റൊട്ടേറ്റ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. Work piece is placed in between them, and grinding wheel which rotates at a high speed, and this wheel grinds the workpiece. So the grinding wheel എന്ന് പറയുന്ന അതിൻ്റെ ഷാഫ്റ്റ് വേറൊരു ഇലക്ട്രിക് മോട്ടോറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ആ സ്പീഡിലാണ് ഗ്രൈൻഡിങ് വീൽ വളരെ ഹൈ സ്പീഡിലാണ് കറങ്ങുക. റൊട്ടേറ്റിംഗ് റെഗുലേറ്റിംഗ് വീൽ വളരെ സ്മോൾ സ്പീഡിലാണ് കറങ്ങുന്നത്.
ഗ്രൈൻഡിങ് വീലാണ് എന്ത് ചെയ്യുന്നത്, ആ വർക്ക് പീസിൻ്റെ മേലെ ഗ്രൈൻഡിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചിത്രം ശരിക്കും വരച്ച് പഠിക്കുക. ഈ കാണുന്ന ഫ്രണ്ട് വ്യൂവിൻ്റെ ചിത്രം ഉണ്ടല്ലോ, ഇതാണ് സെൻറ്റർലെസ് ഗ്രൈൻഡിങ്ങിൻ്റെ ചിത്രം. സെൻറ്റർലെസ് ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ ഈ ചിത്രം വരച്ചിട്ട് വേണം ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ചിത്രം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സെൻറ്റർലെസ് ഗ്രൈൻഡർ ഈസ് ഡിഫർ ഫ്രം സെൻറ്റേർഡ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ എന്ന് കാണാൻ പറ്റും. ഈ സെൻറ്റേർഡ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ മുന്നേ ലൈറ്റിലൊക്കെ പഠിച്ച മാതിരി, അതായത് എന്താ പറയുക, ഒരു ലൈവ് സെൻറ്ററും ഒരു ഡെഡ് സെൻറ്ററും നിങ്ങൾ ലൈറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു വർക്ക് പീസ് വെക്കും അല്ലേ. ദാറ്റ് ഈസ് ദ വർക്ക് പീസ് ഈസ് ഹെൽഡ് ഇൻ ബിറ്റ്വീൻ ലൈവ് സെൻറ്റർ ആൻഡ് ഡെഡ് സെൻറ്റർ. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ലൈവ് സെൻറ്ററോ ഡെഡ് സെൻറ്ററോ അങ്ങനത്തെ ഒരു സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സെൻറ്റർലെസ് ഗ്രൈൻഡർ ഈസ് ഡിഫർ ഫ്രം സെൻറ്റേർഡ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് നോ സ്പിൻഡിൽ അല്ലെങ്കിൽ ഫിക്സ്ചർ ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് ഓർ ആൻഡ് സെക്യൂർ ദി വർക്ക് പീസ്. ഒരു ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഫിക്സ്ചറോ അല്ലെങ്കിൽ സ്പിൻഡിലോ അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഹിയർ ദ വർക്ക് പീസ് ഈസ് സെക്യൂർഡ് SECURED between two rotating grinding wheels. നമ്മളിപ്പോൾ കണ്ടേ, when the grinding wheel and the regulating wheel rotate in clockwise direction, at that time the workpiece എന്താ ചെയ്യുന്നത്, is rotate in the counter clockwise direction അല്ലെങ്കിൽ anti clockwise direction as shown in the figure. The grinding wheel rotate at a high speed and the regulating wheel revolve at a very slow speed. The workpiece is located between two wheels, TWO. The purpose of regulating wheel is feed the workpiece. Workpiece അങ്ങോട്ട് ഫീഡ് ചെയ്യുന്നു between the two wheels. അതാണ് regulating wheel ചെയ്യുന്നത്. Okay. By friction, regulating wheel makes the workpiece to rotate. By friction കാരണം regulating wheel ചെയ്യുന്നു, ആ വർക്ക്പീസിനെ തിരിക്കുന്നു. The rotating workpiece is pressed between the two wheels. പ്രസ് ആവുന്നു. ദസ് ഗ്രൈൻഡിങ് വീൽ ഗ്രൈൻഡ് ദി വർക്ക് പീസ്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഉപയോഗിക്കുന്ന വർക്ക് പീസ് എന്ന് പറഞ്ഞിട്ട് സോളിഡ് സിലിണ്ടറിക്കൽ റോഡാണ്. വർക്ക് പീസ് ഇസ് എ സോളിഡ് സിലിണ്ടറിക്കൽ റോഡ്. ഫോർ ഗ്രൈൻഡിങ് ദി ഔട്ടർ ഫേസ് ഓഫ് ദി സിലിണ്ടർ വി യൂസ് സെൻറ്റർലെസ് ഗ്രൈൻഡിങ്. ആ സിലിണ്ടറിൻ്റെ ഔട്ടർ സർഫേസ് ഗ്രൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെഗുലേറ്റിംഗ് വീൽ ഡസ് നോട്ട് റിമൂവ് ദി metal because it rotates very slowly. Regulating wheel does not remove the metal as it rotates slowly. With the help of a blade, ചിത്രത്തിൽ കണ്ടല്ലോ, we can position the workpiece between the wheels exactly based on our requirement. With the help of blade we can position the workpiece between the two wheels exactly. Okay, ഇത്രയാണ് സെൻറ്റർലെസ് ഗ്രൈൻഡറിനെ പറ്റി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ആനിമേഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ്, ദിസ് ഈസ് ദി ആനിമേഷൻ ഓഫ് സെൻറ്റർ. കണ്ടില്ലേ, അവിടെ നിങ്ങൾക്ക് രണ്ട് വീല് കാണാൻ പറ്റും. ഇവിടെ ഒരു വീലുണ്ടാവും, ഇവിടെ മറ്റൊരു, അല്ല, അത് ഫീഡ് ചെയ്യുന്നുണ്ട് വർക്ക് പീസ്. ഇൻ ബിറ്റ്വീൻ യു ക്യാൻ സീ ഫീഡിങ് ദി വർക്ക് പീസ്. ഇത് ഗ്രൈൻഡിങ് വീലും ഇത് മറ്റേ റെഗുലേറ്റിംഗ് വീലും ആയിരിക്കും. ഉണ്ടോ? ഇതാണ് സെൻറ്റർലെസ് ഗ്രൈൻഡിങ്ങിൻ്റെ ഓപ്പറേഷൻസ്. ഇതേമാതിരിയേ വരിക. ഓക്കെ.